നമസ്കാരം. ഞാൻ ഡോക്ടർ അനിൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ ഒരു ജോലി നേടാനായിട്ട് അവസരം. കേരളത്തിലുള്ള ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ്. കേന്ദ്ര സർക്കാരിന്റെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന് കീഴിലുള്ള ഒരു മിനിരത്ന പബ്ലിക് സെക്ടർ പൊതുമേഖലാ സ്ഥാപനമാണ് HLL ലൈഫ് കെയർ ലിമിറ്റഡ്. നേരത്തെ ഇത് ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ലിമിറ്റഡ് എന്നറിയപ്പെടുന്നത് ഇപ്പോൾ HLL ലൈഫ് കെയർ ലിമിറ്റഡ് ഉണ്ട്. അവരെ ട്രെയിനിങ് സെക്ഷനിലെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് സ്കീം അനുസരിച്ച് അവർക്ക് 3 വർഷത്തെ ട്രെയിനിങ്ങിനുള്ള അവസരം ലഭിക്കുന്നു. അതിലേക്കുള്ള നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതിലേക്ക് സെലക്ഷൻ വോക്ക് ഇൻ ഇന്റർവ്യൂ ആയിരിക്കും സെലക്ഷൻ എന്നാണ് പറഞ്ഞത്. SSLC ട്രെയിനീസ്, ITI ട്രെയിനീസ്, ഗ്രാജുവേറ്റ് ട്രെയിനീസ്, അങ്ങനെ 3 കാറ്റഗറി ആയിട്ടാണ് ഈ ട്രെയിനിമാരുടെ സെലക്ട് ചെയ്യുക. 3 വർഷത്തേക്കായിരിക്കും ട്രെയിനിങ് ലഭിക്കുക. അതിന് കാരണം ആ ട്രെയിനിങ്ങിന് ശേഷം അവർക്ക് ഈ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് മറ്റ് സ്ഥാപനങ്ങളിൽ ഇവിടെ ജോലി ലഭിക്കത്തക്ക അവരെ പ്രാപ്തരാക്കുക എന്നാണ് എൻ്റെ ലക്ഷ്യം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കാനും മറക്കരുത്. നമുക്കൊരു വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. അപ്പോൾ ഇതിലേക്ക് വോക്ക് ഇൻ ഇന്റർവ്യൂ ആണ് സെലക്ഷൻ. അതിലേക്ക് HLL ലൈഫ് കെയർ ലിമിറ്റഡ് പേരൂർക്കടയിൽ വെച്ചായിരിക്കും ഈ ഇന്റർവ്യൂ നടത്തുക. അതുപോലെ സെലക്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ട്രെയിനിങ് ലഭിക്കുന്നതും HLL ലൈഫ് കെയർ ലിമിറ്റഡിന്റെ പേരൂർക്കടയിലുള്ള ഫാക്ടറിയിലായിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. HLL ലൈഫ് കെയർ എന്നുള്ളത് ഒരു കേന്ദ്ര സർക്കാരിനുള്ള ഒരു മിനിരത്ന പൊതുമേഖലാ സ്ഥാപനമാണ്. ഇനി മറ്റു ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 3 കാറ്റഗറി ആയിട്ടാണ് ട്രെയിനിമാരുടെ ഉള്ളത്. ഒന്ന് SSLC ട്രെയിനീസ് എന്ന പേരിൽ, അതിൽ SSLCയും DHSCയും +2 പാസ്സായവർക്ക് അപേക്ഷിക്കാൻ കഴിയും. സെലക്ഷൻ ലഭിക്കുന്നവർക്ക് 1-ാമത്തെ വർഷം 9,000 രൂപയും 2-ാമത്തെ വർഷം 10,000 രൂപയും 3-ാമത്തെ വർഷം 11,500 രൂപയായിരിക്കും ലഭിക്കുക. 2-ാമത്തെ കാറ്റഗറി എന്നുള്ളത് ITI ട്രെയിനീസ് എന്നുള്ളതാണ്. അതിലേക്ക് ITI ജയിച്ചവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. അങ്ങനെയുള്ളവർക്ക് 1-ാമത്തെ വർഷം 9,500 രൂപയും 2-ാമത്തെ വർഷം 10,500 രൂപയും 3-ാമത്തെ വർഷം 12,000 രൂപയായിരിക്കും സ്റ്റൈപ്പൻഡായിട്ട് ലഭിക്കുക. 3-ാമത്തെ കാറ്റഗറി ഗ്രാജുവേറ്റ് ട്രെയിനീസ് എന്നുള്ളതാണ്. BSc ഏതെങ്കിലും സ്ട്രീം ആയാൽ മതി. അതിൽ ജയിച്ചവർക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയും. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 10,000 രൂപ 1-ാമത്തെ വർഷവും 2-ാമത്തെ വർഷം 11,000 രൂപയും 3-ാമത്തെ വർഷം 12,500 രൂപയും സ്റ്റൈപ്പൻഡായിട്ട് ലഭിക്കും. 3 വർഷത്തേക്കായിരിക്കും നിയമനം ലഭിക്കുക എന്ന കാര്യം മനസ്സിലാക്കുക. ഇതിലേക്ക് ഉള്ള വോക്ക് ഇന്റർവ്യൂ ആണ് സെലക്ഷൻ. വോക്ക് ഇന്റർവ്യൂ നാളെ, അതായത് 2023 ജനുവരി 9-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ചായിരിക്കും ഈ വോക്ക് ഇന്റർവ്യൂ നടത്തുക. അതിൽ നേരിട്ട് പങ്കെടുക്കണം. ഏജ് പറഞ്ഞിട്ടുള്ളത് 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള കാൻഡിഡേറ്റ്സിനാണ് അപേക്ഷിക്കാൻ കഴിയുക. 2026 ജനുവരി 1 അടിസ്ഥാനമാക്കിയായിരിക്കും പ്രായം കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇനിയും ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞാൽ വെന്യൂ വോക്ക് ഇന്റർവ്യൂ നടത്തുന്ന സ്ഥലം സർഗം ഹാൾ, HLL ലൈഫ് കെയർ ലിമിറ്റഡ്, പേരൂർക്കട ഫാക്ടറി, തിരുവനന്തപുരം 5 എന്ന വിലാസത്തിൽ നിങ്ങൾ നേരിട്ട് ഇന്റർവ്യൂ ഹാജരാകുക. അവിടെ റിപ്പോർട്ടിംഗ് ടൈം രാവിലെ 9:15 ആയിരിക്കും റിപ്പോർട്ടിംഗ് ടൈം. 11 മണിക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് മാത്രമേ ഇന്റർവ്യൂവിനോ ടെസ്റ്റിനുള്ള അവസരം ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇവിടെ ടെസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് 12:15 മുതൽ 12:45 30 മിനിറ്റ് നീണ്ടുന്ന പരീക്ഷ ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പൊതുവെയുള്ള മറ്റ് ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ നേരത്തെ 11 AM മുമ്പ്, അല്ലെങ്കിൽ നാളെ 2026 ജനുവരി 9 11 മുമ്പ് അവിടെ റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് മാത്രമേ ഇന്റർവ്യൂ പങ്കെടുക്കാൻ അവസരം ലഭിക്കത്തുള്ളൂ. അതുപോലെ തിരഞ്ഞെടുക്കപ്പെടുന്നവരെ ഷിഫ്റ്റിലും വർക്ക് ചെയ്യാൻ റെഡിയായിരിക്കും. അങ്ങനെയുള്ള മാത്രം ഇതിലേക്ക് അപേക്ഷിച്ചാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റൂൾസ് അനുസരിച്ചുള്ള റിസർവേഷൻ ആനുകൂല്യങ്ങളൊക്കെ ഇവിടെയും ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം ഇവിടെ മനസ്സിലാക്കുക. അതോടൊപ്പം ഈ 3 വർഷത്തേക്കായിരിക്കും ട്രെയിനിങ് ലഭിക്കുക. 3 വർഷം ട്രെയിനിങ്ങിന് ശേഷം മറ്റ് ക്ലെയിം ഒന്നും ഉണ്ടായിരിക്കത്തില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ട്രെയിനിങ് നടക്കപ്പെടുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രെയിനിങ് ലഭിക്കുന്നത് ഹിന്ദുസ്ഥാൻ HLL ലൈഫ് കെയർ ലിമിറ്റഡിന്റെ തിരുവനന്തപുരം പേരൂർക്കടയിലുള്ള ഫാക്ടറിയിലായിരിക്കും ട്രെയിനിങ് ലഭിക്കുക എന്ന കാര്യം മനസ്സിലാക്കും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ട്രെയിനിങ് നേരത്തെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ എലിജിബിൾ അല്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പൊ ഇന്റർവ്യൂ പങ്കെടുക്കാൻ ചെല്ലുന്ന സമയത്ത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, ആധാർ കാർഡ്, അതിന്റെ ഒറിജിനൽ കോപ്പിയും വേണം. അത് മറ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഫോട്ടോ കോപ്പി, അത് അറ്റസ്റ്റ് ചെയ്ത കോപ്പി സഹിതം നേരിട്ട് വേണം നിങ്ങൾ വോക്ക് ഇന്റർവ്യൂ പങ്കെടുക്കാവുന്ന കാര്യം കൂടി മനസ്സിലാക്കുക. തിരഞ്ഞെടുക്കപ്പെടുന്നതിൽ 1 വർഷമെങ്കിലും ഈ അപ്രന്റീസ് അല്ലെങ്കിൽ ഈ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നവർക്ക് മാത്രമേ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കത്തുള്ളൂ എന്ന കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് താല്പര്യമുള്ളവർ ഈ അവസരം താല്പര്യം നിങ്ങൾ തീർച്ചയായും കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം പോവുക എന്ന കാര്യം കൂടി ഓർക്കുക. എന്തായാലും കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു മികച്ച സ്ഥാപനത്തിൽ ട്രെയിനിങ്ങിനുള്ള അവസരമാണ്. താല്പര്യമുള്ള ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.